നിങ്ങൾ ഒരിക്കലും ഡോറിമോണോ ജപ്പാനീസ് ആനിമേസോ അല്ലെ കേഡ്രാമ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ബാഗ് ഒക്കെ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ജപ്പാനിലെ പിള്ളേരൊക്കെ ഇതേപോലത്തെ സെയിം രീതിയിലെ ബാഗാണ് ഉപയോഗിക്കാറുള്ളത്. അതെന്താണ് അവരെല്ലാവരും അങ്ങനത്തെ ഒരു ടൈപ്പ് ബാഗ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു ബാഗ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല നോർമൽ ബാഗ്സ് അല്ല. ഈ ഒരു ബാഗിന് നമ്മുടെ നാട്ടിലെ 50,000 രൂപ മുതൽ 1,00,000 രൂപയാണ് അവിടുത്തെ റേറ്റ് വരുന്നത്. ഈ ഒരു ബാഗിന്റെ പേരാണ് രണ്ടേസൊരു. ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ ഈ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി 150 പാർട്സും 300 സ്റ്റെപ്സും എടുത്താണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ബാഗിന് വില കൂടാൻ വേണ്ടി ഇത് ഉണ്ടാക്കുന്ന കാരണവും മാത്രമല്ല, ഈ ഒരു ബാഗ് കൊണ്ട് അവിടുത്തെ സ്റ്റുഡൻസിന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാനിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് എർത്ത് ഒക്കെ വരാറുണ്ട്. അതായത് ഈ ബാഗിന് ഒരു തിക്ക് ലെതർ ഷെല്ലുണ്ട്. ഈ ഒരു തിക്ക് ലെതർ ഷെല്ലും കൊണ്ട് സ്റ്റുഡൻസിന്റെ ലൈഫ് ഇതേപോലെ കല്ലൊക്കെ തല വീഴാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ബാഗ് ആണെങ്കിൽ നമുക്കൊരു ഫ്ലോട്ട് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഈ ഒരു ബാഗ് ഇട്ടുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെ വേറൊരു കാരണമുണ്ട്, അവർ ഈ ഒരു ബാഗ് ആണെങ്കിൽ അവരുടെ ജനറേഷൻസിന് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും. അതായത് ആ ബാഗ് ഇട്ടുകൊണ്ട് എന്റെ അച്ഛൻ സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ, അച്ഛന്റെ യൂസ് കഴിഞ്ഞിട്ട് അത് എനിക്ക് തരും. അതുപോലെ പിന്നെ മെയിൻലി പറയാന്നില്ല, ഇത് അവർക്കൊരു സാധാരണ ബാക്ക് ബാഗ് അല്ല, ഇത് അവരുടെ ഒരു ട്രഡീഷൻ ആണ്. എന്റെയൊക്കെ 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഉപയോഗിച്ച ബാഗൊക്കെ എവിടെയാണോ ആവോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്ക്.